വൈകാശീയം. രചന നിലാവിൻ്റെ കൂട്ടുകാരി. അവതരണം സാലിം കരുളായി. താൻ വിളി കേൾക്കാത്തത് കൊണ്ടുള്ള ദേഷ്യമൊക്കെ മാറി ആളിപ്പ് സങ്കടമാണ്. ആ കുഞ്ഞു ചുണ്ടുകൾ വിരുമ്പാൻ തുടങ്ങുന്നത് കണ്ട് ആ ചുണ്ടിൽ അമർത്തി മുത്തി, ഒപ്പം ആ കുഞ്ഞു തുർത്ത മുഖം എല്ലാം മുകൾ കൊണ്ട് മൂടി. സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥ. നിറഞ്ഞ കണ്ണുകൾ തുടച്ച് കുഞ്ഞിനെ കൂടുതൽ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു. തൻ്റെ കുഞ്ഞ് തന്നെ അമ്മയെന്ന് വിളിച്ചിരിക്കുന്നു. അതെ, താനാണ് ഇവൻ്റെ അമ്മ. ഇത് തൻ്റെ കുഞ്ഞ്. വീണ്ടും വീണ്ടും ആ വിളി കേൾക്കാൻ കൊതി തോന്നി. അമ്മ എന്നോട് വിളിച്ചേ കുഞ്ഞാ, അമ്മ കേൾക്കട്ടെ ഉമ്മ. വീണ്ടും കുഞ്ഞിൻ്റെ അമ്മയെ വിളി കേട്ടപ്പോൾ ഉള്ളം നിറഞ്ഞിരുന്നു. പ്രതീക്ഷിക്കാതെയുള്ള ആ വിളി തന്നെ അത്രയ്ക്ക് സ്വാധീനിച്ചിരുന്നു. ഉമ്മ, അതെല്ലോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാട്ടോ. എത്ര ചുംബിച്ചിട്ടും മതിയാകാത്തതുപോലെ വീണ്ടും ആ മുഖത്ത് ഉമ്മകൾ കൊണ്ട് മൂടി. നിറഞ്ഞ സന്തോഷത്തോടെ ദക്ഷിണ നോക്കി. അവനും കുഞ്ഞിൻ്റെ വിളിയിൽ അമ്പർന്ന് നിൽക്കുകയാണ്. മുഖത്ത് സന്തോഷമോ സങ്കടമോ അതോ കുശുമ്പാണെന്നോ അറിയാൻ പാടില്ലാത്ത ഭാവമാണ്. കണ്ണുകളെല്ലാം ചുവന്ന് കലങ്ങിയിരിപ്പുണ്ട്. കുശുമ്പ് കുത്തി ഇപ്പം മുഖം വീർപ്പിച്ചു പോകുമെന്ന് കരുതിയെങ്കിലും അവൻ തന്നെ ഞെട്ടിച്ചൊന്ന് പുഞ്ചിരിച്ച് ബാൽക്കണിയിലേക്ക് പോയതും ഇവൻ എന്താ പറ്റിയെന്ന് കരുതി അവനെ തന്നെ നോക്കിയിരുന്നു. ആ ചോടാ, അമ്മയുടെ മുത്തിന് ഉറക്കം വരുന്നുണ്ടോടാ? ഉറക്കം വന്ന് നെഞ്ചിൽ മൂക്ക് കൊണ്ട് ഉരസാൻ തുടങ്ങിയതും ഫീഡിംഗ് ബോട്ടിൽ കൊടുത്ത് ഒന്നുകൂടി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മോളി കൊണ്ട് തട്ടിക്കൊടുത്തതും വേഗം തന്നെ ഉറക്കം പിടിച്ചിരുന്നു. ബാൽക്കണിയിലെ സിംഗിളിൽ ഇരിക്കുമ്പോൾ ദക്ഷിന്റെ മനസ്സിൽ പല ചിന്തകളായിരുന്നു. കാശിയുടെ നെഞ്ചിൽ പതുങ്ങിക്കിടക്കുന്ന അമ്പൂട്ടന്റെ മുഖവും അവൻ അമ്മയെന്ന് വിളിച്ചപ്പോഴുള്ള അവളുടെ മുഖത്തെ തിളക്കവും അവൻ്റെ ഉള്ളിലേക്ക് ഇരച്ചെത്തി. സന്തോഷമാണോ സങ്കടമാണെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയായിരുന്നു. എന്നാലും ദക്ഷിനുള്ളിൽ ചെറിയ കുശുമ്പ് തോന്നി. തന്നേക്കാളെ കുഞ്ഞു മനസ്സിൽ അവൾ ഇടം നേടിയിട്ടുണ്ടെന്ന് ഇതിനോടൊപ്പം തന്നെ അവന് മനസ്സിലായി. മനസ്സിലേക്ക് പല മുഖങ്ങളും തെളിഞ്ഞു വരാൻ തുടങ്ങിയതും അവൻ അസ്വസ്ഥതയോടെ തല പിടിച്ച് റൂമിലേക്ക് നടന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വൈകിയാണ് എണീറ്റത്. ബെഡിന്റെ മറുപുറം നോക്കിയപ്പോൾ ദക്ഷി കിടന്നത് ശൂന്യമാണ്. ആള് നേരത്തെ എണീറ്റ് ജോഗിങ്ങിന് പോയി കാണും. പതിയെ കുഞ്ഞിനെ മാറ്റിക്കെടുത്ത് ശബ്ദമുണ്ടാക്കാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് കയ്യിൽ കിട്ടിയ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി വേഗം ഫ്രഷായി വന്നു. കുഞ്ഞിനിപ്പോഴും നല്ല ഉറക്കത്തിലാണ്. പുലർച്ചെ എഴുന്നേറ്റ് കുറെ കഴിഞ്ഞാണ് ആള് പിന്നെ ഉറങ്ങിയത്. മുടിയുണയ്ക്ക് തുമ്പ് കെട്ടി നെറ്റിയിൽ സിന്ദൂരം തൊട്ട് കുഞ്ഞിനെടുത്ത് പതിയെ തോളിൽ കിടത്തി വെളിയിലേക്ക് ഇറങ്ങി താഴത്തെ റൂമിലെ തൊട്ടിലേക്ക് എടുത്തി ഒന്ന് ആട്ടിക്കൂട്ട് കിച്ചണിലേക്ക് നടന്നു. സൺഡേ ആയതുകൊണ്ട് കല്യാണ ചേച്ചി വരില്ല. അതുകൊണ്ട് ഇന്ന് പണികൾ കൂടുതലായിരിക്കും. കുഞ്ഞിനെ നീക്കുമ്പോഴേക്കും കുറച്ചെങ്കിലും ഒതുക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാം വേഗം ചെയ്യാൻ തുടങ്ങി. ആദ്യം തന്നെ വെള്ളം തിളപ്പിച്ച് അതിലേക്ക് ബ്രോസ്റ്റ് മിൽക്കിന്റെ പൗഡർ ഇട്ട് തിളപ്പിച്ച് മാറ്റി വെച്ചു. പിന്നെ ചായക്കുള്ള പാലെടുത്ത് കൊണ്ടുവന്ന് വേഗം ചായ ഉണ്ടാക്കി ഫ്ലാസ്കിലേക്ക് ഒഴിച്ചു വെച്ചു. ഫ്രിഡ്ജിൽ നിന്നും തലേന്ന് അരച്ചു വെച്ച മാവെടുത്ത് 10 ദോശയും ചുട്ടു. അതിലേക്കുള്ള തേങ്ങാ ചട്നിയും ഉണ്ടാക്കി വെച്ച് ചോറിനുള്ള വെള്ളവും ഗ്യാസിൽ വെച്ചു. അപ്പോഴേക്ക് ദക്ഷ തിരികെ വന്നിരുന്നു. ഉണ്ടാക്കിയതെല്ലാം ടേബിളിൽ എടുത്തു വെച്ചു. ഞാൻ വിളമ്പിക്കോളാം, നീ ഇരുന്നോ. അവൻ വന്നതും ഭക്ഷണമെടുത്ത് കൊടുക്കാൻ നിന്നതും തന്നോട് പറഞ്ഞ് സ്വയം സെർവ് ചെയ്തു. ഇതെന്താ? 2 ദോശ എടുത്ത് തൻ്റെ പ്ലേറ്റിലേക്ക് എടുത്തും തനിക്ക് നേരെ ചോദ്യം വന്നതും ഒന്നും മനസ്സിലാകാതെ അവനെ നോക്കി. ഇതെന്താ 2 ദോശ? ഞാനിത്രയും കഴിക്ക് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മാസുര 2 കൂടി എടുത്ത് പ്ലേറ്റിലേക്ക് എടുത്തു തന്നിരുന്നു. പണ്ട് മുതലേ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പിറകിലാണ്. ഞാനിത്രയൊന്നും കഴിക്കില്ല. അതുകൊണ്ടാ ഇങ്ങനെ ഉണങ്ങിയിരിക്കുന്നത്. ഈ രീതിക്ക് കഴിച്ചിട്ട് എണീറ്റാൽ മതി. അവൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ കൂർപ്പിച്ച് നോക്കി പേടിപ്പിക്കാതെ കഴിക്കാൻ നോക്ക്. ഇത് മുഴുവൻ കഴിക്കാതെ ഇവിടുന്ന് എഴുന്നേക്കാൻ പാടില്ല. ഒരാജ്ഞ പോലെ അതും പറഞ്ഞ് കുറച്ച് കറിയും ഒഴിച്ചു തന്നതും അവനെ ദയനീയതയോടെ നോക്കിയെങ്കിലും ആസുരൻ അതൊന്നും ശ്രദ്ധിക്കാതെ അവന്റെ പ്ലേറ്റിലുള്ളത് തിന്നാൻ തുടങ്ങിയിരുന്നു. തെണ്ടി, ഇവരൊരു 5-6 തിന്നാൻ കഴിയുന്നു കരുതി. അതുപോലെയാണ് ഞാന്. ഇത് മുഴുവനും തിന്നാതെ എണീക്കാനും വയ്യ, എന്നാൽ മുഴുവനും കഴിക്കാനും വയ്യ. ഭക്ഷണത്തിന്റെ മുന്നിൽ ആലോചിക്കാതെ വേഗം കഴിക്കാൻ നോക്ക്. കഴിക്കുന്നതിനിടയിൽ അവനെ ഇടം കണ്ടിട്ട് നോക്കി. താനിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞെങ്കിലും ചോറും മറ്റും ഉണ്ടാക്കുമെങ്കിലും കറികളൊന്നും സ്വന്തമായി ഉണ്ടാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെടില്ല എന്നൊരു ചെറിയ പേടി ഉണ്ടായിരുന്നെങ്കിലും വിളമ്പിയത് മുഴുവൻ കഴിച്ചപ്പോൾ ആശ്വാസം തോന്നി. പെട്ടെന്നാണ് അമ്പൂട്ടനെ കിടത്തിയ റൂമിൽ നിന്ന് കരച്ചിൽ കേട്ടത്. ഉണരുമ്പോൾ ആരെയും കണ്ടില്ലെങ്കിൽ ഈ കരച്ചിൽ പതിവാണ്. നീ ഇരുന്ന് കഴിച്ചോ, ഞാൻ നോക്കിക്കൊള്ളാം. കൈ കഴുകി വന്നതും അതും പറഞ്ഞ് അമ്പൂട്ടനെ കിടത്തിയ റൂമിലേക്ക് നടന്നു. അപ്പൊ ആ വഴിയും അടഞ്ഞു. അവൻ പോയതും പിന്നെ എങ്ങനെയൊക്കെയോ കഴിച്ചെന്ന് വരുത്തി പ്ലേറ്റുകളെല്ലാം എടുത്ത് കിച്ചണിലേക്ക് തന്നെ നടന്നു. അമ്പൂട്ടനെ കുളിപ്പിക്കലും കഴിപ്പിക്കലൊക്കെയായി സമയം അതിനെ വഴിക്കങ്ങ് പോയി. അന്ന് പിന്നെ ദക്ഷിൺ ഞങ്ങൾ തനിച്ചായത് കൊണ്ട് പുറത്തൊന്നും പോയില്ല. കുഞ്ഞവൻ്റെ കൂടെ ഇരിക്കുന്ന സമയം കൊണ്ട് വേഗം ഉച്ചയ്ക്ക് വേണ്ട ഫുഡെല്ലാം റെഡിയാക്കി വെച്ച് അലക്കാനുള്ള തുണിയെല്ലാം മെഷീനിലിട്ട് കഴുകി ഉണക്കി വിരിച്ചിട്ടു. ഇടയ്ക്ക് അമ്മയും അച്ഛനും വീഡിയോ കോൾ ചെയ്തു.
അവർ ഈ ആഴ്ചയുടെ അവസാനമേ എത്തുകയുള്ളൂ. പിന്നെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. വെച്ചുവും അമ്മവും ഇന്ന് വീട്ടിലുള്ളത് കൊണ്ട് കുറേ നേരം സംസാരിച്ചു. പിന്നെ അമ്പൂട്ടൻ ഫോണ് കയ്യിൽ കിട്ടാൻ വേണ്ടി കരഞ്ഞതും വേഗം കട്ട് ചെയ്ത് ഫോണ് മാറ്റി വെച്ചു. ദക്ഷ ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് മുറ്റത്ത് കാറ് കഴുകുന്ന തിരക്കിലാണ്. ഒരു ബൗളിൽ പാൽക്കഞ്ഞിയും എടുത്ത് കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. വല്ല കാക്കയോ പൂച്ചയൊക്കെ കണ്ടാലേ ആശാന് കഴിക്കാൻ പറ്റൂ. ഉച്ച സമയമായതുകൊണ്ട് കാക്കയും പൂച്ചയൊന്നും കാണാത്തത് കൊണ്ട് പോർച്ചിൽ നിർത്തിയിരിക്കുന്ന ബുള്ളറ്റിലിരുത്തി. ദക്ഷ കുറച്ചു മാറിയാണ് നിൽക്കുന്നത്. ബുള്ളറ്റിലെത്തിയത് മാള് ഹാൻഡിലിൽ പിടിച്ച് വണ്ടി ഓടിക്കുന്ന പോലെ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ആളും അവൻ്റെ അച്ഛനെ പോലെ വണ്ടി ഭ്രാന്തനാണ്. ദക്ഷിന്റെ വണ്ടി ഭ്രാന്തം മൂലം പോർച്ചിൽ ഒന്നിലേറെ വാഹനങ്ങളുണ്ട്. എല്ലാം അഴുക്കാകാതെ പൊന്നുപോലെ കഴുകി തുടച്ചാണ് കൊണ്ടു നടക്കുന്നത്. അത് കാണുമ്പോൾ ഇങ്ങനെയും ഭ്രാന്തമൊന്നും ചിന്തിച്ചു പോകും. അമ്പൂട്ടൻ ശബ്ദം ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആ വായിൽ വെച്ച് കൊടുക്കുന്ന കഞ്ഞിയൊക്കെ അതേപടി പുറത്തേക്ക് തെറിച്ചു പോകുന്നുണ്ട്. അതെ, അമ്മയും മോനും അവിടെ ഇരുന്ന് കഞ്ഞി കൊടുക്കുന്നതൊക്കെ കൊള്ളാം. എന്റെ വണ്ടിയിലെങ്ങനെ കഞ്ഞിയാക്കി വെച്ചിട്ട് പോയ എന്റെ സ്വഭാവം മാറും. കയ്യിൽ ഓസ് ഓഫ് ചെയ്ത് മാറ്റി വെച്ചുകൊണ്ട് ദക്ഷ അവരോടായി പറഞ്ഞു. അവന്റെ അമ്മയും മോനെന്ന വാക്കെന്തോ ഉള്ളിൽ വീണ്ടും ആഴ്ന്നിറങ്ങിയിരുന്നു. അപ്പൊ അവനും തന്നെ അമ്മൂട്ടന്റെ അമ്മയായി അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ പറഞ്ഞത്. സന്തോഷം കൊണ്ട് ഉള്ളം നിറഞ്ഞിരുന്നു. അതെ, പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? ഓ, അവന് മാറ്റൊരു തൂക്കട വണ്ടിയും. ആ, കേൾക്കുന്നുണ്ട്. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മൂട്ടന്റെ കൈ തട്ടി കഞ്ഞിപ്പാത്രം മറിഞ്ഞ് അതിൽ ബാക്കി ഉണ്ടായിരുന്ന ഇത്തിരി കഞ്ഞി ബുള്ളറ്റിലായിരുന്നു. എന്താ കുഞ്ഞാ, നീ മറപ്പോ എനിക്ക് പണി വാങ്ങിത്തരാനാണോ? വണ്ടിയിലായ കഞ്ഞിയിൽ കൈയിട്ടടിക്കുന്ന കുഞ്ഞിനെ ദയനീയതയോടെ നോക്കി പതിയെ തലചരിച്ച് ദക്ഷിണ നോക്കി. ആ തുറച്ചു നോട്ടം കണ്ടപ്പോൾ നോക്കേണ്ടില്ലെന്ന് തോന്നി. ഡേയ്, നീ ഞാൻ പറഞ്ഞത് കേട്ട് മനപ്പൂർവ്വം ഒഴിച്ചതല്ലേ? ഞാൻ മനസ്സാവാച കർമ്മണം അറിയാത്ത കാര്യമാണ് അവർ പറയുന്നത്. കേട്ട് ദേഷ്യം വന്നിരുന്നു. എന്നാലും തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം ഈ ഭ്രാന്തനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ. രണ്ടുപേരൊന്ന് മാറിയേ. പാടാ കുഞ്ഞ, നമുക്ക് പോവാം. അവന് മോൻ്റെ ഒരു തോട്ട വണ്ടിയും കണ്ടേച്ചാലും മതി. കുഞ്ഞിനെ എടുത്ത് എളിയിലേക്ക് വെച്ച് അവിടുന്ന് കുറച്ച് മാറി നിന്നു. അപ്പോഴേക്കും അവനൊരു തുണിയും കൊണ്ടുവന്ന് അത് തേച്ച് മിനിക്ക് വൃത്തിയാക്കാൻ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെയും കൊണ്ട് ദക്ഷ ചെയ്യുന്നതെല്ലാം നോക്കി വെറുതെ അതിലൂടെ ഉലാത്തുമ്പോഴാണ് ആ ബൈക്ക് കണ്ണിൽപ്പെട്ടത്. പെട്ടെന്നാണ് ആ സംഭവം ഓർമ്മ വന്നത്. സംഭവം വേറൊന്നുമല്ല, കുറച്ചു മുമ്പ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഒരു ദിവസം ഒരുപാട് വൈകിയായിരുന്നു ഇറങ്ങിയിരുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ലാസ്റ്റ് ബസ് പോയത് കൊണ്ട് തന്നെ അന്ന് ലിഫ്റ്റ് പിടിച്ച് പോയ അതേ മോഡൽ ബൈക്കാണിത്. അന്നൊരു ധൈര്യത്തിന് വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്ത് വെച്ചത് കൊണ്ട് ഇത് തന്നെയാണെന്ന കാര്യത്തിൽ പൂർണ്ണ ഉറപ്പായിരുന്നു. ഇനി അന്ന് ഇവനായിരുന്നു. പക്ഷേ അന്ന് തനിക്ക് ലിഫ്റ്റ് തന്നവനൊരു ഊമയായിരുന്നല്ലോ. അവനോട് തന്നെ ചോദിച്ചാലോന്ന് വെച്ചെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ചു. വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്? നീ ഏതുവരെ പഠിച്ചു? പെട്ടെന്ന് ആസുരന്റെ ചോദ്യം കേട്ടെന്ന് സംശയത്തോടെ നോക്കി. PG കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. അപ്പോഴേക്കും അച്ഛന് വയ്യാതായി. ഇനി തുടർന്നൂടെ? കുറച്ച് കഴിയട്ടെ. എന്തായിരുന്നു സബ്ജക്റ്റ്? അവന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ തുടങ്ങുമ്പോഴാണ് മുറ്റത്ത് കാറ് വന്ന് നിന്നത്. ആരപ്പം വന്നതെന്ന് ചിന്തിച്ചപ്പോഴേക്കും ഡോറ് തുറന്നു അജുവേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. എന്താണ് മിസ്റ്റർ അർജുൻ നാരായണൻ, ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ അറിയോ? ദക്ഷിന്റെ ചോദ്യം കേട്ടതും മാജു അവനെ നോക്കി ഇളിച്ച് കാണിച്ചു. എന്തു പറ്റി ഈ വഴിയൊക്കെ വരാൻ? എന്റെ അച്ചു തിരക്കായിരുന്നടാ. നിന്റെ അച്ഛനെ എല്ലാ കാര്യം എന്നെ ഏൽപ്പിച്ച് ഞാനെന്താ ചെയ്യാ? അജു നിസ്സഹായതയോടെ പറഞ്ഞു. ഹരിയുടെ കൂടെ അവരുടെ ബിസിനസ്സൊക്കെ നോക്കി നടത്തുന്ന അർജുനാണ്. ഒപ്പം മാള് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി വർക്ക് ചെയ്യുന്നു. അങ്കിളുടെ ഉണ്ടാപ്രിയേ. അജുവേട്ടൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ കുഞ്ഞൻ തൻ്റെ വെളിയിലിരുന്ന് കൈയും കാലിട്ട് അടിക്കാൻ തുടങ്ങിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അജുവേട്ടൻ വരുന്നത് കൊണ്ട് കുഞ്ഞൻ ആളെ ഒത്തിരി ഇഷ്ടമാണ്. ആള് ദക്ഷിണെ പോലെയല്ല, ഒരു ശാന്ത സ്വഭാവക്കാരനാണ്. തന്നോടൊന്നൊരു സഹോദര സ്ഥാനത്ത് നിന്ന് ഇടപെട്ടിട്ടുള്ളൂ. ലക്ഷ്മി അമ്മക്കും ഹരിയേച്ചനും ദക്ഷിണയേക്കാൾ പ്രിയം അജുവിനോടാണ്. സ്വന്തമായിട്ട് ആരുമില്ലാത്ത അജുവേട്ടനും ഇവർ ജീവനാണ്. അജുവേട്ടൻ കൈ നീട്ടിയത് കുഞ്ഞൻ ഒറ്റ കുതിപ്പിന് ആ കൈകളിലേക്ക് എത്തിയിരുന്നു. കുഞ്ഞന്റെ മുഖത്തുള്ള കഞ്ഞി തുടച്ചു കൊടുക്കും മുമ്പ് ആളിതെല്ലാം അജുവേട്ടന്റെ മുഖത്തിട്ട് ഉരച്ച് തുടച്ച് കളഞ്ഞിരുന്നു. വിത്ത് ഗുണം. അജുവേട്ടൻ മുഖം തുടച്ച് ദക്ഷിണ ഇരുത്തി നോക്കിക്കൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ ചിരി വന്നു. ഇത് പിടിച്ചോ, കുഞ്ഞന് വാങ്ങിയതാ. കാറിൽ നിന്നും ഒരു വലിയ കവറെടുത്ത് കയ്യിൽ തന്നുകൊണ്ട് അജുവേട്ടൻ പറഞ്ഞു. കുഞ്ഞ് ഡ്രസ്സും ടോയ്സൊക്കെയാണ്. ഇപ്പൊ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള അത്രയും ടോയ്സ് ഈ വീട്ടിലുണ്ട്. അജുവേട്ടൻ തന്ന കവർ താഴത്തെ റൂമിൽ വെച്ച് ടോയ്സിന്റെ അടുത്ത് വെച്ച് അവർക്ക് കുടിക്കാനുള്ളത് എടുക്കാൻ കിച്ചണിലേക്ക് നടന്നു. നീ എന്താ പറയുന്ന അച്ചു? ആ കേസ് അന്വേഷിക്കുന്നത് നീയാണോ? അതിനയാൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതല്ലേ, പിന്നെന്തിനാ? അതുമല്ല, ആ മാധവ പണിക്കരുടെ ഒരു നാച്ചുറൽ ഡെത്ത് അല്ലേ? ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് കരുതിയത്. പിന്നെ മനസ്സിലായത് അതൊരു പ്ലാന്റ് മർഡറാണെന്ന്. ഇന്ത്യക്ക് പുറത്തും ഭാഗത്തും ഒരുപോലെ വ്യാപിച്ച് കിടക്കുന്ന വൈഷ്ണവ ഗ്രൂപ്പിന്റെ അവകാശിയാണ് അദ്ദേഹം. അങ്ങനെ ഒരാൾക്ക് ശത്രുക്കൾ ഉണ്ടായിരിക്കാൻ 90% ചാൻസ് ഉണ്ട്.
അത് നീ പറഞ്ഞ ശരിയാ. മാധവന്റെ മരണശേഷം അവിടെ ബിസിനസ് തകർന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അവരുടെ കമ്പനിയിൽ നിന്നും ഒരു ന്യൂ പ്രോജക്റ്റ് നമുക്ക് കിട്ടിയത്. ഒരു ഡെവിളാണ് ഇപ്പോൾ അവരുടെ CEO. ആളിതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഈ ഡെവിൾ മാധവന്റെ മകനായിരിക്കാം. നോ, മാധവന്റെ ഫാമിലിയിൽ ആരും തന്നെ ഇന്ന് ജീവനോടെ ഇല്ല. ആകെ ഉണ്ടായിരുന്നതൊരു മകളാണ്. കഴിഞ്ഞ വർഷം ഒരു ആക്സിഡന്റിൽ ആ കുട്ടി മരിച്ചു. പിന്നെ ഭാര്യ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ വിട്ടുപോയതാണ്. അപ്പൊ പിന്നെ ഈ ഡെവിളാരടാ? അത് തന്നെയാണ് എനിക്കും അറിയേണ്ടത്. ഒരുപക്ഷെ മാധവന്റെ മരണത്തിന് പിന്നിൽ അവനാകാം. ഒളിഞ്ഞിരിക്കുന്നവനെ പുറത്ത് കൊണ്ടുവരണം. അതിന് നിന്റെ സഹായം എനിക്ക് വേണം. എൻ്റെ എന്ത് സഹായം? പെട്ടെന്നാണ് കാശി അവർക്ക് കുടിക്കാനുള്ള ജ്യൂസ് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. അവളെ കടന്ന് ദക്ഷി വേഗം സംസാര വിഷയം മാറ്റിയത് കൊണ്ട് അജുവിനെന്തോ ഡൗട്ട് തോന്നി. ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം. നീ ആ ഡോർ ലോക്ക് ചെയ്തു. ഞാൻ വരാതെ പുറത്തിറങ്ങണ്ട. പെട്ടെന്ന് വരാം. പിന്നെ അമ്മ വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറയണ്ട. ശരി, പെട്ടെന്ന് വരില്ലേ? ആ. അവൻ പോയതും ഗേറ്റ് അടച്ചു വന്നു. അമ്പൂട്ടിന് ഉറക്കാണ്. മെയിൻ ഡോർ അടിച്ച് ഉള്ളിലേക്ക് കയറി കുറച്ചു നേരം TV കണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് കുഞ്ഞിനെ എണീറ്റതും പാല് കൊടുത്ത് ഫ്രഷ് ആക്കി എടുത്തു. എന്നിട്ട് സന്ധ്യാദീപം തെളിയിച്ച് നാമം ജപിച്ചു. ഉച്ചക്കുണ്ടാക്കിയ ഫുഡ് തന്നെ ഉള്ളത് കൊണ്ട് രാത്രിയിലേക്ക് പിന്നെ വേറെ ഉണ്ടാക്കേണ്ടി വന്നില്ല. സമയം 7 കഴിഞ്ഞപ്പോഴാണ് ദക്ഷ വന്നത്. കയ്യിലെന്തോ ഫയലുണ്ടായിരുന്നു. വന്നപ്പോൾ ഒരു ചായയും കുടിച്ച് ഓഫീസ് റൂമിൽ കയറിയതാണ്. പിന്നെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് താഴോട്ട് വരുന്നത്. അവൻ്റെ കൂടെ ഇരിക്കാൻ ആദ്യമൊന്നും മടിച്ചു. കാരണം വേറൊന്നുമല്ല, രാവിലത്തെ കഴിപ്പ് ഇപ്പോഴും മറന്നിട്ടില്ല. ഉച്ചക്ക് ഒരുവിധം രക്ഷപ്പെട്ടതാണ്. നീ കഴിക്കുന്നില്ലേ? വേഗം കുഞ്ഞിനെയും കൊണ്ടിരുന്നു. തനിക്ക് വേണ്ട ഭക്ഷണം പ്ലേറ്റിലേക്ക് എടുത്ത് അതിൽ നിന്ന് കുറേശ്ശെ ഉടച്ച് അമ്പൂട്ടിന് കൊടുത്തു. ഭക്ഷണം കഴിക്കുമ്പോഴും പതിവ് പോലെ തങ്ങൾക്കിടയിൽ മൗനം തന്നെയായിരുന്നു. അല്ലെങ്കിൽ കൂടുതലൊന്നും സംസാരിക്കാറില്ല. അവൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്ന് കുഞ്ഞിനെയും കൊണ്ട് സെറ്റിയിൽ പോയിരുന്നതും വേഗം കഴിച്ചെഴുന്നേറ്റു. പാത്രങ്ങളൊക്കെ കഴുകി കിച്ചൺ വൃത്തിയാക്കി വരുമ്പോൾ രണ്ടുപേരും ഹാളിലില്ലായിരുന്നു. ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് റൂമിലേക്ക് പോയി. അച്ഛനും മോനും ബാൽക്കണിയിലാണെന്ന് തോന്നുന്നു. അവിടുന്ന് ശബ്ദം കേൾക്കുന്നുണ്ട്. വേഗം ഫ്രഷായി ഇറങ്ങി കുറച്ചു നേരം റൂമിൽ തന്നെ ഇരുന്നു. അവർ വരുന്നത് കാണാത്തത് കൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. ദക്ഷ തറയിൽ മലന്ന് കിടപ്പുണ്ട്. അവൻ്റെ നെഞ്ചിൽ അമ്പൂട്ടനെ ഇരിക്കുന്നുണ്ട്. കുഞ്ഞ് വീഴാതിരിക്കാൻ ദക്ഷ കുഞ്ഞിനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്. കുഞ്ഞൻ കുഞ്ഞിക്കൈ കൊണ്ട് ദക്ഷിന്റെ മീശയിൽ പിടിച്ച് നല്ല കളിയിലാണ്. ചിരിക്കുമ്പോൾ വായിൽ നിന്നും ഒലിക്കുന്ന തേന് ദക്ഷ തുടച്ചു കൊടുക്കുന്നുണ്ട്. പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു. വീശിയടിക്കുന്ന ഇളങ്കാറ്റ് ശരീരത്തിലൂടെ ആകെ ഒരു കുളിർ പടുത്തിയിരുന്നു. ദക്ഷ്, മതി ഇവിടെ കിടന്നത്. വന്നേ, മഞ്ഞ് വീഴുന്നുണ്ട്. ഈ മഞ്ഞ് തണുപ്പ് അടിച്ചാ കുഞ്ഞിന് പനി പിടിക്കും. അവൾ പറഞ്ഞത് കേട്ട് ദക്ഷ മുഖമുയർത്തി അവളെ നോക്കി. പിന്നെ കുഞ്ഞിലേക്ക് തന്നെ ശ്രദ്ധ ചൊലിച്ച്. അത് കണ്ടതും അവൾക്ക് നന്നായി ദേഷ്യം വന്നിരുന്നു. ദക്ഷ്, നിനക്ക് ചെവി കേൾക്കില്ലേ? കുഞ്ഞിവിടെ. ബാക്കി പറയും മുമ്പ് അവൻ അവളുടെ കൈ പിടിച്ച് വലിച്ച് അവളുടെ അടുത്തായി ഇരുത്തിയിരുന്നു. എൻ്റെ കാശി, ഇവിടെ കുറച്ചു നേരം ഇരുന്നെന്ന് വെച്ച് പനി പിടിക്കത്തൊന്നുമില്ല അല്ലേടാ കുഞ്ഞാ? ദക്ഷി ഉണ്ണിവേരിൽ മൂക്കിട്ട് ഉരസിയതും അമ്പൂട്ടം പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് കാശിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവരെ നോക്കി അവൾ തൂണും ചാരിയിരുന്നു. പെട്ടെന്നാണ് ദക്ഷ അവളെ പോലും ഞെട്ടിച്ച് അവളുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നത്. ദൈവമേ, അമ്പൂട്ടൻ്റെ മുന്നിൽ നിന്ന് വല്ലതും നടക്കുവാവോ?